ഹായുള്ള അസ്സലാമു അലൈക്കും. പിന്നെ ഇന്ന് നമുക്കൊരു വെറൈറ്റി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഈ മിഠായി പോലുള്ള സ്നാക്ക് നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇപ്പം തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യും. എന്നിട്ട് പിന്നെ ബാക്കി വീഡിയോ കാണാം. ഇപ്പം നോമ്പൊക്കെ ആണല്ലോ, അപ്പോൾ നോമ്പ് തുറക്കൊക്കെ നമ്മൾ ഗസ്റ്റിനൊക്കെ വിളിക്കുമ്പോൾ നല്ല വെറൈറ്റി ആയിട്ട് വെച്ച് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ എന്തായാലും ഇപ്പോൾ നോമ്പായ കാരണം എല്ലാവരും എന്തെങ്കിലും സ്നാക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാവും. അപ്പോൾ കുറച്ച് ചിക്കൻ എടുക്കുക, പിന്നെ ഒരു മുട്ടയും കൂടെ നമുക്ക് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ അത് ഒരുമിച്ച് തന്നെ ഇട്ടിങ്ങനെ ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ എന്നിട്ട് അത് വേവിച്ചതിൻ്റെ ശേഷം ഞാൻ അതിൻ്റെ എല്ലൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ മുട്ടയുടെ തൊലിയും കളഞ്ഞിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സിയിലിട്ടിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കറക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇനി ഇതിലേക്ക് വേണ്ട മസാലകളാണ്. അപ്പോൾ കുറച്ചധികം മസാലകളുണ്ട്. ആ ഫസ്റ്റ് കാണുന്നതില്ലേ അത് കടലമാവാണ് 1 ടേബിൾ സ്പൂണ്. പിന്നെ രണ്ടാമത്തെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, പിന്നെ 1/2 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട് പൊടിച്ചതില്ലേ അതാണ്. പിന്നെ അതിൻ്റെ മൂലയ്ക്ക് ഇരിക്കുന്നത് ഒരു 1/2 ടീസ്പൂണാണ് ചിക്കൻ മസാല. പിന്നെ ഇപ്പുറത്തുള്ള ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിങ്ങനെ മല്ലിയില ബട്ടറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ബട്ടർ ഇല്ലെങ്കിൽ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ ബട്ടറിൻ്റെ ആണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ നമ്മളിത് കുഴക്കണ സമയത്ത് വെള്ളത്തിൻ്റെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ചതിൻ്റെ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ നമ്മളെ മസാല റെഡിയാണ്. ഇനി നമുക്കിതൊന്ന് നമ്മൾ മന്തിക്കൊക്കെ ചെയ്യൂല, ഇങ്ങനെ സ്മോക്ക് ചെയ്യിപ്പിക്കൂല അൽഫാമിനൊക്കെ, അതുപോലെ നമുക്കൊന്ന് സ്മോക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചിരട്ട കത്തിച്ച് കണലാക്കിയതാണ്. അതൊരു പാത്രത്തിൽ വെച്ച് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക, അപ്പം തന്നെ അടച്ച് വെക്കുക. ഒരു 10 മിനിറ്റ് അങ്ങനെ അത് അവിടെ ഇരുന്ന് റെസ്റ്റ് ആവട്ടെ. ഇത് നല്ല നമ്മളിത് ഉണ്ടാക്കി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും സ്മെല്ലൊക്കെയാണ് കേട്ടോ. കുറച്ച് സമയം വെച്ചാൽ മതി കേട്ടോ. നമ്മൾ ആ കണലിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, ആ സ്മോക്കൊക്കെ അത് പോണ വരെ വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് അതിൽ ആ പാത്രം എടുത്ത് മാറ്റിയിട്ട് ഇനി വേണ്ടത് ഫോയിൽ പേപ്പറാണ്. അപ്പോൾ ഫോയിൽ പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഉള്ളത് തന്നെയാണ് നല്ലത്. പക്ഷേ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇതുപോലെ മസാല എടുത്ത് റോളാക്കിയിട്ട് നമ്മൾ പാനിൽ കുറച്ച് ഓയിൽ വെച്ചിട്ട് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്യൂലേ, മുക്കി പൊരിക്കേണ്ട എണ്ണയിലൊന്നും, അതുപോലെ ചെയ്തെടുക്കുക. നമുക്കിപ്പോൾ ഇവിടെ ഫോയിൽ ഒരു ഉപകാരം ഇല്ലാതിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെറിയ സ്ക്വയർ പീസാക്കി കട്ട് ചെയ്തിട്ട് അപ്പോൾ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ റോളാക്കി പിടിയാക്കൂലേ, അങ്ങനെ ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക. റോൾ ചെയ്യുക. 2 സൈഡും നമ്മൾ മിഠായിക്കൊക്കെ ഇങ്ങനെ പിരിച്ചെടുക്കുമല്ലോ, അതുപോലെ പിരിച്ചു കൊടുക്കുക. ഭയങ്കര ഈസിയാണ് സംഭവം. നമ്മളിങ്ങനെ ഫ്രൈ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും എളുപ്പമാണ്. പിന്നെ വീഡിയോയിൽ കാണില്ലേ, അപ്പോൾ നമ്മളിപ്പോൾ കയ്യിൽ ഒതുങ്ങണ ഒരു പിടിയുടെ അത്രയും എടുത്താൽ മതി കേട്ടോ മസാല. പിന്നെ ഫോയിലിന് ഇത്ര കറക്റ്റ് മെഷർമെൻറ്റ് അളവ് അങ്ങനെയൊന്നുമില്ല, ഒരു സ്ക്വയർ പീസ് അങ്ങനെ ആക്കിയാൽ മതി. അങ്ങനെ നമുക്ക് എല്ലാതും വേഗം ചെയ്തെടുക്കാം. അപ്പം നമ്മൾ എടുത്ത കണക്കിന് നമുക്ക് ഒരു 8 മിഠായിക്കുള്ളത് കിട്ടിയിരിക്കണേ. ഇനി നമുക്കൊരു പാന് ചൂടാക്കിയിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഇതല്ലാതെ നിരത്തി വെച്ച് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. നല്ല ഹൈയും വേണ്ട ലോയും വേണ്ട. അടച്ച് വെക്കണമെന്നൊന്നുമില്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഒരു 10 മിനിറ്റ് മതി ഇതിൻ്റെ കുക്കിംഗ് ടൈം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ സംഭവം റെഡിയാണ് ഇവിടെ. പിന്നെ ഇത് ചൂടാറി കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്കിത് തുറന്ന് നോക്കാൻ പറ്റുള്ളൂ. കാരണം ഫോയിലായ കാരണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്താലും കുറേ സമയത്ത് നല്ല ചൂടുണ്ടാവും. അപ്പോൾ ചൂടാറിയതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കാം. ഞാൻ ഇതിലേക്ക് ഒരു ഗ്രീൻ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. അതെങ്ങനെയെന്ന് വെച്ചാൽ തൈരും പച്ചമുളകും സവാളയും 1 അല്ലി വെളുത്തുള്ളിയും മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ഉപ്പും കൂടെ ചേർത്ത് അരച്ചതാണ്. നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് നല്ല ഒരു കോമ്പിനേഷനാണ് കേട്ടോ ഈ ചട്നി. അപ്പോൾ ഇതാ നമ്മളെ സംഭവത്തിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്കും കൂടെ ചെയ്യണം. പിന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ കാണാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.